പൊടി അലർജി ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. അതായത് പലപ്പോഴും പൊടി ആയിരിക്കും ഇവരുടെ തുമ്മലോ അതല്ലെങ്കിൽ മൂക്കൊലിപ്പോ ട്രിഗർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ പഴയ പൊടി, അതായത് ഹൗസ് ഡസ്റ്റ്. അപ്പോൾ പലരും ചിന്തിക്കും, ഈ ഒരു പൊടി തട്ടുമ്പോൾ മാത്രമല്ലേ എനിക്ക് ഈ പ്രശ്നമുള്ളൂ, അപ്പോൾ ഇതങ്ങനെ പോകട്ടെ എന്ന് കരുതി മിക്കപ്പോഴും ട്രീറ്റ്മെൻറ്റ് എടുക്കില്ല. പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾ. കുട്ടികളാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ വേഗം ഡോക്ടറെ കാണിക്കും, ട്രീറ്റ്മെൻറ്റ് എടുക്കും. എന്നാൽ മുതിർന്നവരുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഈ ഒരു സമയത്ത് മാത്രമല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ മാറുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കും. പക്ഷേ ഇങ്ങനെ പൊടി തട്ടി അലർജി, തുമ്മലും മൂക്കൊലിപ്പും, അതായത് റൈനൈറ്റിസിൻ്റെ പ്രോബ്ലം വരുന്ന ആൾക്കാർക്ക് പിന്നീട് ഇത് ശ്വാസം മുട്ടലായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരുപാട് കാലം റൈനൈറ്റിസ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് പിന്നെ അലർജിക് ബ്രോങ്കിയൽ ആസ്മയിലോട്ട് മാറും. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ചികിത്സയെടുത്ത് റൈനൈറ്റിസ് ആകുന്ന സ്റ്റേജിൽ തന്നെ മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. ഈ സമയത്ത് നമുക്ക് മാറ്റാനും എളുപ്പമാണ്. വളരെ കുറഞ്ഞ കാലത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമുക്കിത് മാറ്റാനാവുകയും ചെയ്യും. എന്നാൽ ആസ്മ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സമയമെടുക്കും ചികിത്സിച്ച് മാറ്റാനായിട്ട്. ചികിത്സ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയി മാറുകയും ചെയ്യും.